അപ്പൊ നമ്മൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു 2 ലക്ഷം പേര് അവിടെ നിന്ന് ഹേയ് അറിയോ നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ കയറിയേക്കണം, അതുകൊണ്ട് ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാം. എന്തോരം നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കാണുന്നുണ്ടല്ലേ? എന്നെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാൻ പോണേ എവിടെ? വത്തിക്കാനിൽ. അങ്ങനെ സ്വപ്നം കാണുക. എന്നിട്ട് നമ്മുടെ ഒരു 6 അടി പൊക്കമുള്ള ഒരു പ്രതിമ, അതിൻ്റെ മുമ്പിൽ തിരിസ്റ്റാൻഡ്. നമ്മളോട് ദേഷ്യമുള്ള ചേച്ചിയൊക്കെ വന്ന് പ്രാർത്ഥിക്കണം, ഇപ്പം തരും അല്ലേ, നീ ചോദിക്കടി, നീ ചോദിക്കും, ഞാൻ നിനക്ക് തരൂ, അങ്ങനെയൊക്കെ പറഞ്ഞോ ഒരു സന്തോഷത്തിൽ. ഇപ്പോഴത്തെ നമസ്കാരം കേൾക്കണം എൻ്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ വേറെ. വേദപാഠ പുസ്തകമില്ലേ ചെറുത്, അതെടുത്ത് അങ്ങോട്ട് കൊടുക്കും. മോനെ ഒന്നുകിൽ ഇതിലുള്ള ചോദ്യങ്ങൾ മുഴുവനും ഞാൻ ചോദിക്കും, അതിനുത്തരം പറയണം, അല്ലെങ്കിൽ 1 മാസം പള്ളിയിൽ വരണം. ഏതാണ് പള്ളിയിൽ വന്നുള്ള വെച്ചാൽ നല്ല അമ്മമാരാ അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാം. എന്നാണ് നമ്മുടെ ഭർത്താവിൻ്റെ വീട് നമ്മുടേതാവണം, അന്നേ നമ്മൾ ഗതി പിടിക്കുള്ളൂ. എന്നെ നോക്കിയിട്ട് പറഞ്ഞ ആച്ചാ എല്ല് മാത്രം കണ്ടു, പക്ഷെ എല്ലും തൊല്ലി കൂടി ആദ്യമായിട്ട് കാണണം ആച്ചാന്ന്. അത് വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ട് വേണം ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട്. ഇത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന എക്സസൈസാണ്. അത് രാവിലെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകും? എന്നോട് ചോദിക്കാല്ലേ പ്രിയമുള്ളവർ, ഞാൻ ഇന്ന് മരിക്കുകയാണ്, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരൊന്ന് കൈവോക്കിയേ. ഒരാളുള്ളൂ. ഞാൻ വെറുതെ കൈവോക്കിയാണ്ട് എന്നൊരു ഭംഗിക്കാണ്, ഞാൻ പോവില്ല. പ്രിയമുള്ളവർ, മരിച്ച ഉടനെ തന്നെ സ്വർഗത്തിൽ പോയ ഒരൊറ്റ ആളുള്ളൂ ഈ ചരിത്രത്തിൽ, ഒരേ ഒരാൾ. ആരായിരിക്കും പറഞ്ഞോ? യേശുവിനെ ആളെന്നൊക്കെ പറഞ്ഞ് മുക്കുപുള്ളിനെ തരം താഴ്ത്തുണ്ട്. മാതാവ്. കാരണം എന്താ? മാതാവിൽ പാപം ഉണ്ടായില്ല, ഉത്ഭവ പാപം പോലും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, നരകത്തിൽ വിട്ടേക്കല്ലേ കർത്താവേ. ശുദ്ധീകരണ സ്ഥലത്ത് കുഴപ്പമില്ല, ഏറ്റവും അടിത്തട്ടിലാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞേറി മുകളിൽ വന്ന് സ്വർഗത്തിൽ പൊക്കോളാം. നരകത്തിൽ പ്രിയമുള്ളവർ, നരകത്തിൻ്റെ പ്രത്യേകത എന്താണ്? നരകത്തിൻ്റെ പ്രത്യേകത അറിയാം? അല്ലാതെ അവിടെ തീ ഉണ്ടാവും, പാമ്പുണ്ടാവും, പുഴു ഉണ്ടാവും എന്നല്ല. അവിടെ ഇതൊക്കെ ഉണ്ടാവും, എല്ലാ ദിവസവും ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് തന്നെ ഉണ്ടാവുള്ളൂ, വേറെ വെറൈറ്റി ഇല്ല. എല്ലാ ദിവസവും ബിരിയാണി അല്ലേ, എന്ത് കാര്യത്തിന് പിന്നെ ചമ്മന്തി കിട്ടോ ഇല്ല, നീ ഇത് തന്നെ കഴിച്ചാൽ മതി എന്ന് പറയും. അവസാനം ബിരിയാണി കഴിച്ച് മരിക്കേമില്ലേ, അതാണ് പ്രത്യേകത. മരണമില്ല, വെറുതെ നടക്കാന്നുള്ള. പ്രിയമുള്ളവരെ, നരകത്തിൻ്റെ പ്രത്യേകത അതാണ്. അവിടെ തീ ഉണ്ടാവും, അഗ്നി ഉണ്ടാവും എന്നല്ല, പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലം. പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലം. എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കുള്ളൂ, മടുക്കൂല, നമുക്ക് മടുത്തു. അതാണ് പ്രതീക്ഷയില്ലാത്ത സ്ഥലം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ കിടക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ സ്ഥലത്ത് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിനാ പ്രാർത്ഥിക്കണം, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ജർത്രൂദിൻ്റെ പ്രാർത്ഥന അറിയാം? ജർത്രൂദ് എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. വിശുദ്ധ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥന അതൊരു പ്രാവശ്യം ചെല്ലുമ്പോൾ 1000 പേര് സ്വർഗത്തിൽ പോകുന്നതാണ്. പ്രിയമുള്ളവർ, ഇന്നും ഇറങ്ങി ചെല്ലിക്കോ. അപ്പോൾ നമ്മൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു 2 ലക്ഷം പേര് അവിടെ നിന്ന് ഹേയ് അറിയോ നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ കയറിയേക്കണം, അതുകൊണ്ട് ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാം. പ്രിയമുള്ളൊരു തമാശ പറഞ്ഞാൽ റെക്കമെൻഡേഷൻ നടക്കണം. സ്വർഗത്തിൽ ഞാൻ കാരണം ലക്ഷോപലക്ഷം ആളുകൾ സ്വർഗത്തിലെത്തണം. അപ്പോൾ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു സ്വീകരണം ഒരിക്കലും അവിടെ. എന്നാലോചിച്ച് നോക്കി, എന്തോരം നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കാണുന്നുണ്ടല്ലേ? അപ്പോൾ ഇതേപോലെയൊക്കെ കാണുന്നേ. ഇന്ന് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു ദിവാസ്വപ്നത്തിൻ്റെ ഒരു ആശയം പറഞ്ഞുതരാം. പ്രിയമുള്ളവരെ, ഇന്ന് പ്രാർത്ഥിച്ചാണ് കിടക്കണം. ആര്? നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചിട്ടല്ലേ, വേറെ ആരെങ്കിലും അല്ലല്ല. അല്ല, ഉത്തരം പറയണ്ടേ. ഞാൻ പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ച് കിടക്കാൻ ശീലിക്കണം. പ്രാർത്ഥിച്ച് കിടന്നിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഉറങ്ങണമെന്നാണ്. പക്ഷെ ഇന്ന് ഒരു ചെറുതായിട്ടൊരു ചിന്ത, വേറെ ഒന്നുമില്ല. എന്നെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാൻ പോണേ എവിടെ? വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ മറ്റേ 24 അടി വലിപ്പത്തിൽ പടം ഇങ്ങനെ നല്ല പടം എടുത്ത് വെച്ചേക്കട്ടെ, വേണം. കാരണം മോശം അവർ നല്ല അത് തിരിച്ച് ചിലവാക്കിക്കോ, കാശ് ചിലവാക്കിക്കോ. അങ്ങനെ സ്വപ്നം കാണുക. അതുമല്ല ഇത്, കാരണം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഒരു വിശുദ്ധിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സെബസ്ത്യാനോസ് പുണ്യാളൻ മാറിക്കും. എന്നിട്ട് നമ്മുടെ ഒരു 6 അടി പൊക്കമുള്ളൊരു പ്രതിമ, അതിൻ്റെ മുമ്പിൽ തിരിസ്റ്റാൻഡ്. നമ്മളോട് ദേഷ്യമുള്ള ചേച്ചിയൊക്കെ വന്ന് പ്രാർത്ഥിക്കണം, ഇപ്പം തരും അല്ലേ, നീ ചോദിക്കടി, നീ ചോദിക്കും, ഞാൻ നിനക്ക് തരൂ, അങ്ങനെയൊക്കെ പറഞ്ഞോ ഒരു സന്തോഷത്തിൽ. ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വത്തിക്കാൻ്റെ കുർബാന നിങ്ങൾ മനസ്സിൽ കാണാം. ഇത് കിടന്നുറങ്ങാം. എന്നാലോചിച്ചു നോക്കേ അല്ലേ, സംഭവിക്കുമോ? താല്പര്യമില്ല, സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, വിശുദ്ധ
ആകുക എന്ന് പറഞ്ഞത് ബേസിക് നീഡാണ്, അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. വിശുദ്ധ നമ്മൾ സ്വർഗത്തിൽ പോകാന്നുള്ള നമ്മുടെ ആഗ്രഹമല്ല അല്ലേ? സ്വർഗത്തിൽ പോകണം താല്പര്യമില്ലേ? വിശുദ്ധന്മാർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ശുദ്ധീകരണ സ്ഥലത്തിൽ അവിടെ വെറുതെ അവിടെ നിന്ന് പതുക്കെ കയറി വരും. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കണവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം കേട്ടോ. ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ നമ്മളെ നോക്കി കരയുന്ന ചില അവസരങ്ങളുണ്ടെന്ന് അവർ. വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ ഞായറാഴ്ച പള്ളിയിൽ പോയേക്കാണ്. ഞായറാഴ്ചയാണല്ലോ ഏറ്റവും കർത്താവിൻ്റെ ദിവസം. അതൊന്ന് ആഘോഷമായിട്ട് കുർബാനയൊക്കെ ചൊല്ലി, പക്ഷേ നമ്മുടെ മരിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഓർത്തില്ല എന്ന് വിചാരിക്കും അല്ലേ? ഓർക്കാത്ത ദിവസങ്ങളൊക്കെ ഇല്ലേ? ചില ദിവസങ്ങൾ മറന്നു പോകും. അപ്പോൾ ഭയങ്കര സങ്കടം ഒരുക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു സങ്കടം കൊടുക്കില്ല എന്ന് തീരുമാനിക്കണം. ഏതൊക്കെ പള്ളിയിൽ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നുവോ അപ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകും. അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ലാത്തൊരു വിജയം ഉണ്ടാവുക എന്ന് പറയും. പ്രിയമുള്ളവരെ, നമ്മൾ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറയാനായിട്ട് ആഗ്രഹിക്കാം. ഒരു 10 കൽപ്പന അറിയാമോ? 10 കൽപ്പനകൾ അറിയാമോ? അല്ലേ? ദൈവപ്രമാണങ്ങൾ 10 അറിയാമോ? ചോദിച്ചാൽ മറ്റേ തന്നെ സംഭവം പ്രശ്നമാണ്, എനിക്കറിയാം. അതുകൊണ്ട് ചോദിക്കൂല നമ്മൾ. അതൊരു ഈണത്തിൽ ഒരു താളത്തിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? പിന്നെ സ്ത്രീകളാകുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ ജയിക്കും. എന്താണെന്നാവോ, എല്ലാ പ്രാവശ്യവും ഈ ആണുങ്ങൾക്കാണ് ഗതികേട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 2-3 പ്രാവശ്യമൊക്കെ നമസ്കാരം കേൾക്കാൻ വരും. നിങ്ങളത് രക്ഷപ്പെടുകയും ചെയ്യും. അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നമസ്കാരം കേൾക്കാറില്ല. കാരണം ആണുങ്ങൾ തോറ്റു പോവും, പെണ്ണുങ്ങൾ ജയിക്കുകയും ചെയ്യും. അവിടെ തുടങ്ങിയ ഒരു അപകർഷതാബോധം ഉണ്ടാവണ്ടല്ല എന്ന് വിചാരിച്ച് ഞാൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയും, 1 മാസം ഞാൻ ഇപ്പോഴത്തെ നമസ്കാരം കേൾക്കണം. എൻ്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ വേറെ, വേദപാഠ പുസ്തകമില്ലേ ചെറുത്, അതിനകത്താണല്ലോ ചോദ്യങ്ങളുള്ളത്. അതെടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് പറയും, മോനെ ഒന്നുകിൽ ഇതിലുള്ള ചോദ്യങ്ങൾ മുഴുവനും ഞാൻ ചോദിക്കും, അതിനുത്തരം പറയണം, അല്ലെങ്കിൽ 1 മാസം പള്ളിയിൽ വരണം. ഏതാണ്? പള്ളിയിൽ ഒന്നുള്ള അച്ഛൻ. പ്രിയമുള്ളവർ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കാൻ. കാരണം അത് മുഴുവൻ അരിച്ചു പെറുക്കിയാൽ കിട്ടുന്നതിനേക്കാളും 1,00,000 ഇരട്ടി കൃപ ഒറ്റ മാസം വിശുദ്ധ ബലിയിൽ ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുത്താൽ കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ മറ്റതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, അതിന് നിങ്ങളും പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഞാനൊരു കുറച്ച് നല്ല അമ്മമാരാ അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ അല്ലേ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? ഒപ്പച്ചൻ നോണയുണ്ടോ? വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? അമ്മച്ചിയാണ്. അപ്പച്ചനാണ്. ഓക്കെ, പ്രിയമുള്ളവരെ ആലോചിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ അപ്പച്ചനാണ് പ്രധാനപ്പെട്ട എന്നാണ് പറഞ്ഞത്. കൂട്ടുകാരത്തിലൂടെ നടന്നു പോയാണ് വീടിൻ്റെ സൈഡിൽ കൂടി. അപ്പോൾ പറയും, എന്തേടാ എൻ്റെ അപ്പച്ചൻ്റെ വീട്, അങ്ങനെയാണോ പറയണം? പിന്നെ എന്താ പറയണം? എൻ്റെ വീടാണ്. അപ്പോൾ പ്രധാനപ്പെട്ടത് ആളാരാണ്? ഞാനല്ലാതെ ഒരാളില്ല അവിടെ. ഈ വീടിൻ്റെ ഏക രക്ഷാധികാരി ഞാനാകുന്നു. ഞാനല്ലാതെ വേറൊരു രക്ഷാധികാരി ഈ വീടിന് ഇല്ല. പിന്നെ ഒരു ഭംഗിക്ക് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറയുമെന്നല്ലാതെ ശരിക്കും പ്രിയമുള്ള LKG പഠിക്കുന്ന ഒരു കൊച്ച്, ആ കൊച്ചിൻ്റെ കൂട്ടുകാരത്തിലൂടെ ഈ വീടിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ, ദേടി എൻ്റെ അപ്പൻ്റെ വീട് പറയോ? പിന്നെ എന്താ പറയാൻ പോണം? എൻ്റെ വീട് എന്നാണ്. ഏത് കാലഘട്ടത്തിലും ഈ വീട് അതെൻ്റെയാണ്. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? ഞാനാണ്. ഞാൻ വീട്ടിലില്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കില്ല എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണത് നമ്മില്ലാത്തപ്പോഴാണ്. CCTV ഒക്കെ വീട്ടിലുണ്ടാ? ഒരെണ്ണം മേടിച്ച് നോക്കണം കേട്ടോ. അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയില്ല, അവരുടെ സന്തോഷം ഒന്ന് കാണണം നമ്മൾ പുറത്ത് പോകുമ്പോൾ. പ്രിയമുള്ളവരെ, അത് നിങ്ങൾ കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ലെന്നേ. അപ്പോൾ നമുക്കറിയാൻ പറ്റും, അയ്യോ എന്തൊരു സന്തോഷത്തിലാണ് അവർ ജീവിക്കണത്. അപ്പോൾ നമുക്ക് മരിക്കാൻ കുഴപ്പമുണ്ടാവില്ല. നമുക്കിപ്പോൾ മരിക്കാൻ പേടി എന്താണ്? ദൈവമേ അവരിത് എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. മരിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം തുടങ്ങി നമ്മൾ കറക്റ്റ് CCTV ആണ് നമുക്ക് കിട്ടും. പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ല. CCTVയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വരാം. മറ്റേ മരണം കഴിഞ്ഞ ഉടനെ നമുക്ക് എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വീട്ടിലെ ജീവിത പങ്കാളിയൊക്കെ ദൈവമേ തലകുത്തി മറിഞ്ഞിട്ട് സങ്കടം വരെ നമുക്ക്. ആദ്യത്തെ കുറച്ച് ദിവസം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കരയായിരിക്കും. പക്ഷെ അതിന് ശേഷമുള്ള ലൈഫില്ലേ, അതറിയാൻ വേണ്ടിയിട്ട് ആരും അറിയാതെ ഒരു CCTV വെച്ച് നോക്കെ മരിക്കാൻ പേടിയില്ലാവും. നിങ്ങൾക്ക് സന്തോഷത്തോടെ മരിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ
നമ്മൾ വിചാരിക്കും ദൈവമേ ഇന്ന് അവിടെ ഭക്ഷണം മര്യാദ കഴിക്കില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഇത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു കൊള്ളാം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ മക്കളോട് ചോദിക്കും, മക്കളെ ഭക്ഷണം ഒന്നിനും കൊള്ളില്ലായിരുന്നു അമ്മച്ചി എന്ന് പറയും. എവിടെ ഒടുക്കത്തെന്നോണാണ് ആ പറയണത്. CCTV വെച്ചാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അവർ മോളെ ടേസ്റ്റ് ഉണ്ടാ, ഭക്ഷണത്തിന് രസമില്ലെങ്കിലും ഒരു സമാധാനമില്ല വെച്ചാ അതുകൊണ്ട് അത് നമുക്കൊരു വിഷയമല്ല എന്ന് പറയും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മേഖലയാണ് എന്ത് ഈ ഞാൻ പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞു. CCTV മേടിച്ച് വെച്ചേക്കട്ടെ വീട്ടുകാർ അറിയണ്ട എളുപ്പത്തിൽ. അപ്പോൾ വീട്ടിൻ്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ടാവും. എന്നാൽ മരണത്തെ പേടിയെന്ന് വെച്ചാൽ അയ്യോ അയാൾ എന്ത് ചെയ്യും, മക്കളാര് നോക്കുന്നൊക്കെ നമുക്ക് പേടി മരണത്തെ. പക്ഷെ അതൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, വളരെ ഹാപ്പിയായിട്ട് മരിക്കാം. വളരെ ഹാപ്പിയായിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്തും? സ്വർഗത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത. അതുകൊണ്ട് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അത് ഞാനാണെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറയാൻ മനസ്സിലായി. ഞാൻ എൻ്റെ പങ്കാളി. എൻ്റെ അമ്മ 84-ാമത്തെ വയസ്സിലാണ് ഈ മരിച്ചത്. ഒരു 80 വയസ്സ് വരെ അമ്മ ഉഷാറായിട്ട് നടന്നിരുന്ന വെച്ചാണ്. പിന്നെ ഈ കൊറോണ വന്നപ്പോൾ ആകെ കുഴപ്പമായി, പള്ളിയിൽ പോകാൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് ചുരുണ്ടുകൂടി അവസാനം ഇല്ലാണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അമ്മ ആരോഗ്യത്തോടെ ഉള്ളപ്പോൾ അമ്മ ഇടക്ക് അമ്മയുടെ വീട് പള്ളിപ്പുറത്താണ്. അപ്പം അപ്പുറത്ത് റോസ്താത്തി എൻ്റെ അമ്മയുടെ പേര് അമ്മണി എന്നാണ്. അമ്മണി താത്തി അങ്ങോട്ട് പോകണം, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോകണമെന്ന്. പ്രിയമുള്ളവരെ, കല്യാണം കഴിഞ്ഞിട്ട് 10-60 വർഷമായി. എന്നിട്ടും ഇതെൻ്റെ സ്വന്തം വീടല്ല, എൻ്റെ സ്വന്തം വീട് അവിടെ ആണോ? എന്നാണ് നമ്മുടെ ഭർത്താവിൻ്റെ വീട് നമ്മുടേതാവണം? അതെന്നാവുന്നുവോ അന്നേ നമ്മൾ ഗതി പിടിക്കുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വീട് അവിടെയാണ്. അതും പറഞ്ഞാൽ അവിടെ ചെന്നെ നാത്തും ചവിട്ടി അങ്ങനെ തന്നെ പുറത്താക്കും. ഇവിടെ പറഞ്ഞത് അവിടെ പോയി പറഞ്ഞാൽ ഇല്ലേ സത്യസംഭവങ്ങൾ അതൊക്കെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതായത് എൻ്റെ വീട് അത് ഞാനിപ്പോൾ താമസിക്കുന്ന അതെൻ്റെ വീടാണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളി, അതിന് താഴെ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മാതാപിതാക്കൾ അല്ലേ. കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഭർത്താവിനെ മാത്രമാണ് കിട്ടണത്? അല്ല, ഭർത്താവിൻ്റെ കുടുംബത്തെ കിട്ടും. അത്രയും നാൾ ഒരപ്പനെ സഹിച്ചാൽ മതിയായിരുന്നു. ഇനി മുതൽ അല്ല, അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെയാണ്, 2 അപ്പനെ സഹിക്കും. ആ ഒരു തലത്തിലേക്ക് സഹനം എന്ന് പറയുന്നത് അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണാം. പ്രിയമുള്ളവരെ, എൻ്റെ കൂടെ എൻ്റെ മാതാപിതാക്കൾ ഉണ്ട് എന്ന ബോധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മക്കളെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ബോധ്യത്തിലേക്ക് വരാതെ മക്കൾ അങ്ങനെ ദൂരെ നിൽക്കുന്ന ഒരു മക്കളാണ്. ആ മക്കൾ എൻ്റെ അടുക്കലേക്ക് വരണമെങ്കിൽ ഇത് കൃത്യമായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ, എൻ്റെ പങ്കാളി, ആ പങ്കാളികൾക്ക് അടിസ്ഥാനമായി എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ നല്ലൊരു സപ്പോർട്ട് കൂടെ നിന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എവിടേക്ക് വരാൻ പറ്റുള്ളൂ? മക്കളെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്, ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആദ്യത്തെ കൽപ്പന നിങ്ങൾക്ക് തരാം. എന്താണ്? സ്നേഹിക്കുക. ആരെ? അല്ലേ, ചോദ്യം ചോദിച്ചു, എന്താണ്? സ്നേഹിക്കണം. ആരെ? ആദ്യം തന്നെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞു, ഓ എന്ത് രസമോ കാണാനാ. അത് പറ്റുമെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നോക്കണം. ചിലപ്പോൾ കമ്മിടന്ന് ചിരിച്ച് ഒരു കോമഡി ടൈം കാണേണ്ടി വരുമല്ലോ. നേരെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ ലൈറ്റ് ഇട്ട് കണ്ണാടിയിൽ നോക്കാം, ഓ എന്ത് രസം കാണാം. ഈ കോലമൊക്കെ നോക്കിയിട്ട് എങ്ങനെ പറയുമോ വെച്ചാ രസമെന്ന് അല്ലേ? അറ്റാക്ക് വരാതെ നോക്കണോ വെച്ചാ. ഞാൻ അറിയാതെ ഒരു ദിവസം നോക്കി അല്ലേ, ചിലരങ്ങനെ പറയണം, ഞാൻ അറിയാതെ ഒരു ദിവസം കണ്ണാടി കണ്ടപ്പോൾ ഞാൻ തന്നെ കിടിപ്പോയി. അതുകൊണ്ട് അതിരാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഈശോയെ എന്ത് രസം എന്നെ കാണും പറയാറുണ്ട്. അങ്ങനെ കണ്ണാടി നോക്കാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അറിയാൻ പറ്റും. ഒക്കെ കണ്ണാടി നോക്കി വന്നേക്കണേ. എന്തിനാണ് കണ്ണാടി നോക്കണം? പ്രിയമുള്ളവരെ, ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു 8-4 വലിയൊരു കണ്ണാടി വെച്ചൊക്കെ വിചാരിച്ചു. ആദ്യം ആരെ കാണും?
നമ്മളെ തന്നെ കണ്ടു എവിടെ ഞാൻ എവിടെ നോക്കിയിട്ട് ഇനി മറ്റുള്ളൂ അവള് പോരട്ട. നമുക്ക് നമ്മളൊന്ന് കാണണം. പ്രിയമുള്ളവരെ, കണ്ണാടി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കണ്ണാടിയുടെ അടുത്ത് തന്നെ ആയിരിക്കുള്ളൂ ഈ പൗഡർ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ വെച്ചേക്കണം. ചില സമയത്ത് നമുക്ക് സങ്കടം വരും, ദൈവമേ എന്നിട്ട് പുറത്തിട്ട് കൗതുകൊക്കാണ് വാരിപ്പൂശും. എന്നിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോകും. ആദ്യത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് എനിക്ക് എന്നെ ഇഷ്ടമാണോ എന്നുള്ളത്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റണം. എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ആളെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഒരു ചിന്ത, അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു, ആദ്യം മുതൽ നിങ്ങൾ ഇഷ്ടോർന്നു നിങ്ങൾ ചിരിക്കാനുള്ള കാരണം എന്താണ്? ഇഷ്ടോർന്നില്ല. അവളുടെ അത്ര മുടിയാണോ, അവൾ നിറമാണോ, ആകെ കുഴപ്പമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഞാൻ ഇരിക്കുമ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കി വെച്ചെങ്കിൽ കുറച്ച് കാശ് വെറുതെ ഇരുന്നാനെ വീട്ടിൽ അല്ലേ. പാട് മാറാൻ വേണ്ടി ഫെയർ ആൻഡ് ലവ്ലി വെക്കും, പാട് കുറയില്ല, ഫെയർ ആൻഡ് ലവ്ലി കുറയും, അവസാനം മനസ്സ് ഓക്കെ ആവും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റും. ഞാൻ പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക്, മഞ്ഞുമാതാവിൻ്റെ ദേവാലയം. ആ ദേവാലയത്തിനടുത്ത് ഷെൻറൂക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു കപ്പേളയാണ്. ആ കപ്പേളയിൽ ഞാൻ അവിടെ സേവനം അനുഷ്ഠിക്കുമ്പോൾ, കുർബാനയ്ക്ക് പോകുമ്പോൾ, അവിടെ നൊവേന ആരാധനയും കഴിയുമ്പോൾ ആളുകൾ കൊണ്ട് ഒരാഴ്ച അടിപൊളി നൊവേനയായിരുന്നു, നല്ല പ്രസംഗം, നല്ല ആരാധന, നമുക്കൊരു സുഖം, മനസ്സുഖം കേൾക്കുമ്പോൾ. അപ്പോൾ പിറ്റേ തിങ്കളാഴ്ച വീണ്ടും ഒരുങ്ങി ചെല്ലണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സാധനം കിട്ടണം. അപ്പോൾ പറയുന്നു, പുറത്തിറങ്ങി നിൽക്കുന്നു, സാധനം കിട്ടുന്നു, തിരിച്ചു പോകുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ ആരുമില്ല പറയാൻ. നോക്കിയപ്പോൾ ഒരു 80-82 വയസ്സായ ഒരു ചേച്ചി, നേരെ നിൽക്കാൻ പറ്റണില്ല, വളഞ്ഞിങ്ങനെ വരെയാണ്. ആച്ചാ, അപ്പോൾ ഞാൻ വരച്ച്, ചേച്ചിയെങ്കിൽ ചേച്ചി കിട്ടിയിട്ട് നമുക്ക് പോകാനുള്ളതാണ്. ചേച്ചി പറയണ, അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അവനെന്തേ? അച്ഛനെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുമോ അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ദൈവം എന്താണാവോ. ഈ ചേച്ചി അന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇന്നിപ്പോൾ എനിക്ക് ഇത്തിരി വണ്ണുണ്ട് കേട്ടോ, അന്നത്തെ അവസ്ഥ ഒന്നും ആലോചിക്കാമല്ലോ. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ എല്ല് മാത്രം കണ്ടു, പക്ഷേ എല്ലും തൊല്ലിയും കൂടി ആദ്യമായിട്ട് കാണണം അച്ഛാന്ന് പറഞ്ഞു. ഒരു കാര്യം ഉണ്ടായില്ല, വെറുതെ ചോദിച്ച് മേടിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ ചെയ്യാം, പിന്നെ കാണാൻ നമ്മൾ പോയി. ചേച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയ്ക്ക് പരിതാപകരമായിരുന്നു എൻ്റെ അവസ്ഥ. പ്രിയമുള്ളവരെ, എല്ലും തൊലിയും ഇതിനിടയിൽ ദശ വച്ചു പിടിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടില്ല. ഞാനായിരിക്കുന്ന അവസ്ഥയെ അങ്ങോട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാനിത്തിരി കറുത്താണ്, എടുത്തേക്കുന്നേ പോയിക്കോട്ടെ. എനിക്കിത്തിരി തടിയില്ല, അതിനിപ്പോൾ എന്താ, ആ വഴിക്ക് വിട്ടേക്ക്. പ്രിയമുള്ളവരെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ കൽപ്പനയുടെ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് എനിക്ക് എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് നാളെ മുതൽ അതിരാവിലെ എഴുന്നേൽക്കുക, കണ്ണാടി പോവുക, ഐ ലവ് യു എന്ന് പറയാം. ആദ്യം ഒരു ചെറിയൊരു നെഞ്ചുവേന ഉണ്ടാവും, കുറച്ച് മാറിക്കോളും. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജീവിത പങ്കാളി വിദേശത്തായിട്ടുള്ളവരും അങ്ങനെ വേറെ എന്തെങ്കിലും സ്ഥലത്തായിട്ടുള്ളവരും വീട്ടിൽ വേണ്ടപ്പെട്ടവരോട് പറയാം, ഇങ്ങനെ ഒരു എക്സസൈസ് അച്ഛൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഐ ലവ് ദൈവമേ പോയ അച്ഛാ, അവൾ എഴുന്നേറ്റ് ഐ ലവ് യു എന്നൊക്കെയാണ് അച്ഛാ പറയണത്, ആരോടാണെന്ന് അറിഞ്ഞുകൂടാ അച്ഛാ. ഇത്തരം പ്രായമായ സമയത്ത് ഞാൻ ഒട്ടും അമ്മമാരും നമ്മളോട് പരാതി വേണം. അത് വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ട് വേണം ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട്. ഇത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന എക്സസൈസാണ്, അതിരാവിലെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.